വലിയ വേദാന്തിയല്ലേ, വലിയ അറിവുള്ള ആളല്ലേ, മരിക്കാനുള്ള വല്ല മന്ത്രവും പറഞ്ഞു തരാൻ അറിയോ എന്റെ മാഷിന്? വേദനിക്കാൻ വയ്യ, കിടന്ന് പെടയാൻ വയ്യ. മാപ്പ്, എല്ലാ തെറ്റിനും എല്ലാ മഹാപാപങ്ങൾക്കും മാപ്പ്. ഒന്നും കരുതിക്കൂട്ടി ചെയ്തതല്ല മോളെ ഞാൻ. എല്ലാം അറിയാം ഈശ്വരന്, എല്ലാം. ഇടയ്ക്കൊക്കെ ഇത്തിരി കരയിച്ചു വെച്ചാലും കൈവിടില്ല അദ്ദേഹം നമ്മളെ. എന്താ വിളിച്ചത്? ഒന്നൂടെ വിളിക്കേ, ഒന്നൂടെ അങ്ങനെ വിളിക്കും മീര. ജഗദ്ഗുരു ശങ്കരാചാര്യരെ, അച്ഛൻ എണീറ്റുന്നാ തോന്നണേ. വരാം, പിന്നെ വരാം ഞാൻ. എന്റെ വീട് ഈ കാറൽമണ്ണ എന്ന് പറഞ്ഞ സ്ഥലം ഉഗാണ്ടയിലാണോ? കാലത്ത് പോയ ഗോവിന്ദമ്മാമ്മയും അമ്മയും പ്രഭാകരൻ ഇതുവരെ തിരിച്ചെത്തിയില്ലല്ലോ. ഞാനൊന്ന് അന്വേഷിച്ചിറങ്ങിയാലോ? എവിടെ പോയി കിടക്കുന്ന ഇവര്? ആകെപ്പാട് മനസ്സിനൊരു സമാധാനം തോന്നുന്നില്ല. ഏട്ടൻ എന്തിനെങ്ങനെ വെപ്രാളപ്പെടണേ? അവര് വന്നോളും, ഒന്ന് സ്വസ്ഥായിട്ടിരിക്കണ്ടേ ഏട്ടാ. ആ ശങ്കരൻകുട്ടി മാഷ് ഇടഞ്ഞോന്ന് എനിക്ക് പേടി. വാക്കിന് വ്യവസ്ഥയില്ലാത്ത ഒരാളാണ് അയാള്. ഇക്കുറി വാക്ക് മാറിയാ കുത്തി കീറി കുടലെടുക്കും ഞാൻ. വേദാന്തം മാത്രമല്ല, വേണ്ടി വന്ന ഇത്തിരി പോക്രിത്തരവ് എനിക്കറിയാതെ ഞാൻ അയാൾക്ക് കാണിച്ചു കൊടുക്കും. അല്ല എന്താ 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 ഉണ്ടായത്? എന്താ ഉണ്ടായെന്നാ ചോദിച്ചേ? നീയെങ്കിലും ഒന്ന് കാര്യം പറ പ്രഭാകര. സമ്മതമല്ലേ അവർക്ക് ഈ കല്യാണത്തിന്? സമ്മതമാണ്. പിന്നെ ആ ചടങ്ങില്, ആ പന്തലില് നീ ഉണ്ടാവാൻ പാടില്ലത്രേ. ശഠിച്ചു പറഞ്ഞു ശങ്കരൻകുട്ടി മാഷ്. ആ, ഇത്രയുള്ള കാര്യം ഞാനുണ്ടാവില്ല, ഞാൻ നിൽക്കണില്ല. നമ്മുടെ കുട്ടിക്ക് ഒരു നല്ല കാര്യം ഉണ്ടാവുമ്പോ ഞാൻ ഇവിടെ ഉണ്ടാവാൻ പാടില്ല വെച്ചാലും ഞാനിവിടെ ഉണ്ടാവില്ല. എന്താ പോലെ ഗോവിന്ദമ്മേ? വേണ്ട, എന്റെ ഏട്ടനില്ലാത്തൊരു കല്യാണം എനിക്ക് വേണ്ട. എന്റെ ഏട്ടൻ പങ്കെടുക്കാൻ പാടില്ലാത്തൊരു കല്യാണം എനിക്ക് വേണ്ട. മോളെ, അങ്ങനെ ഒന്നും പറയരുത്. ഇല്ല ഏട്ടാ, എന്റെ ഏട്ടനെ വേദനിച്ചിട്ടൊരു ജീവിതം എനിക്ക് വേണ്ട. സമ്മതിക്കില്ല ഞാനതിന്. ഞാൻ പറയണത് കേൾക്കണം എന്റെ മോള്. വാ, ആ വിദ്യാസുരൻ ശങ്കരൻകുട്ടി മാഷ് പറഞ്ഞു വെച്ചിട്ട് ഇല്ലാണ്ടായി പോണതാണോ ഞാനും നീയും തമ്മിലുള്ള രക്തബന്ധം? സമ്മതിക്കണം, ഏത് നിമിഷവും പാളം തെറ്റിയേക്കാവുന്ന ഒരു മനസ്സാണ് ഈ ഏട്ടൻ്റെത്. അത് നീ മറക്കരുത്. ഈ കല്യാണത്തിന് എന്റെ മോള് സമ്മതിക്കണം, സമ്മതിക്കണം, സമ്മതിക്കണം. വെറുതെ ഇരിക്കെ, നല്ല അസലടി വെച്ചൊരു ഞാൻ ഓരോ തോന്നിയ ദിവസം കാണിച്ചു വെച്ചിട്ട് കുറുമ്പ് കാണിക്കാം. ഇതിലും ഭേദം ഒരു കത്തിയെടുത്ത് മേലാ സകലം കുത്തി കീറല്ലായിരുന്നോ? കണ്ടില്ലേ, കലം അടച്ചിട്ട് കാടം പൂച്ചിരിക്കണ പോലെ ഇരിക്കണത്. കൊള്ള ലക്ഷണം അത്.
മീര, പണ്ടൊരിക്കൽ പറഞ്ഞില്ലേ നീ, തൃശൂർ പൂരത്തിന്റെ അന്ന് തിടമ്പെടുത്ത് നിൽക്കുന്ന തൃപ്രയാർ കേശവനെ പറ്റി? വാലിലെ ഒരു രോമം വെട്ടിക്കെട്ടി, ഒരു മോതിരം വളച്ചു കെട്ടി, മനസ്സിന്റെ പേടി മാറ്റാൻ, ജീവിതത്തിൽ ഒരു മോക്ഷം ഉണ്ടാവാൻ എന്നൊക്കെ പറഞ്ഞില്ലേ നീ? ആ കേശവന് മതം പൊട്ടിച്ചാൽ പേടിക്കോ നീ? പേടിക്കോ നീ? മതപ്പാടെടുത്ത് പാപ്പാനെ ചവിട്ടിക്കൊന്ന് ചിഹ്നം വിളിച്ച് അതെങ്ങനെ നിന്റെ നേരെ നടന്നു വരുമ്പോ പേടിച്ചു ഓടിക്കളയോ നീ? ഇല്ല ഇല്ല എന്റെ ഏട്ടാ. പിന്നെന്ത് ചെയ്യും നീ? വിളിക്കും ഞാൻ, ഉറക്കെ, സ്നേഹത്തോടെ, ശാസനയോടെ, കേശവാന്ന്. അപ്പോ അടങ്ങിക്കോളും, അനുസരണ കാട്ടിക്കോളും. കാട്ടില്ലാച്ചാല് പിന്നെ കൊല വിളിച്ചാല്? തൃശ്ശൂരിലെ മണ്ണൂത്തിന്ന് ഒരു മയക്ക് വെടിക്കാരനെ വരുത്തുക, എന്നിട്ട് ബ്രൂം മധ്യത്തിൽ ടിഷ്യും ഒരൊറ്റ കാശ് ചരിഞ്ഞോളും. ദാ ഇങ്ങനെ നിന്റെ ഈ ഒറ്റ കൊമ്പൻ കുറുമ്പൻ. സാരി ഉടുത്തപ്പോ ഭാമയെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അമ്മേ. ഉണ്ടാവണം. സൂര്യ തേജസ് ഉണ്ടായിരുന്ന നാരായണ പിഷാരടിയുടെ മോളല്ലേ അവള്? പടിയിറങ്ങി പോകുമ്പോ കരഞ്ഞിരുന്നോ അവള്? ഉണ്ടാവണം. വെയിലത്ത് വെച്ച വെണ്ണ പോലെയല്ലേ അമ്മ അവളുടെ മനസ്സ്. എവിടെ പായസം, പ്രഥമൻ? പായസം ഒന്നും വെച്ചില്ല എന്റെ കുട്ടിയെ. പറഞ്ഞില്ലായിരുന്നോ ഞാൻ 4 വട്ടം പായസവും പപ്പടവും ഒക്കെ വിളമ്പണമെന്ന്? ആരാ പറഞ്ഞ വേണ്ടെന്ന്? നിന്നെ പടിക്ക് പുറത്ത് നിർത്തി ആഘോഷിക്കുന്ന ഒരു ചടങ്ങ് എങ്ങനെയൊക്കെ ഏമായിട്ട് നടത്തണ എന്റെ കുട്ടിയെ? വയ്യാണ്ടായിരിക്കണു എനിക്ക്. അല്ലെങ്കിലും നിന്നെ ചൊല്ലി എനിക്ക് കണ്ണീരല്ലാണ്ട് എന്താ ഉണ്ടായേക്കണേ ഇതുവരെ? എപ്പോഴെങ്കിലും ഏട്ടൻ എന്നെ? ഇല്ല. പുരാന ദില്ലിയിൽ ഒരു ചെരുപ്പ് കുത്തിയായി, ഗുരുദ്വാരകളുടെ ഗോപുരം കാക്കുന്ന ശിഖനായി, പല വേഷത്തിൽ, പല അവതാരത്തിൽ, പലയിടങ്ങളിലായി 5 കൊല്ലക്കാലം തെണ്ടി നടക്കുകയായിരുന്നു ഞാൻ. അതിനിടയ്ക്ക് ഓർക്കാൻ കഴിഞ്ഞില്ല. പൊറുക്കണം എന്നോട്. എന്തായിരുന്നു മീരയുടെ അവസ്ഥ? മരിക്കാൻ ഒരുങ്ങിയതാ. ഒന്നല്ല, ഒരു 100 വട്ടം. സമ്മതിച്ചില്ല ഈശ്വരന്മാര്. തൊട്ടുപോരുത് എന്റെ ഏട്ടനെ. ആരും അലറി വിളിക്കണ്ട. ഒരുമിച്ച് ജീവിക്കാൻ പോവാ ഞങ്ങള്. ഒരിക്കൽ എന്നെ പെരുവഴിയിൽ ഉപേക്ഷിച്ചു പോയതാ. ഇനിയും അങ്ങനെ ഉണ്ടാവുക വെച്ചാ ഒരു കഷ്ണം കയറിന്റെ തുമ്പത്ത് കിടന്നാടും ഈ വീര.